കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയാണ് ഇപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നേരത്തെ ഇലക്ഷൻ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും പൂർത്തീകരിച്ച് കഴിഞ്ഞു. ശക്തമായൊരു മുന്നേറ്റം തന്നെ UDF ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും UDFൻ്റെ വോട്ടിംഗ് ശതമാനം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ ഭൂരിപക്ഷത്തിൽ തന്നെ വന്നു എന്നുള്ളത് UDFൻ്റെ ശക്തമായ ഒരു പ്രതീക്ഷ തന്നെയാണ് അതൊക്കെ വെച്ച് പുലർത്തുന്നത്. ഏതായാലും അതിൽ UDFും ഘടകകക്ഷികളും എല്ലാം നല്ല നിലക്ക് അതിലൊക്കെ പങ്കാളിത്തം വഹിച്ചു. ജനങ്ങൾ UDFിനോടൊപ്പമാണ്. കാരണം കുറേ കുപ്രചരണങ്ങൾ, അതായത് വർഗീയത മറ്റുമൊക്കെ വെച്ചുകൊണ്ട് UDFിനെ തകർക്കാം എന്ന് ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഉള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. UDF ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. പ്രിയങ്ക ഗാന്ധിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ പാലക്കാട്ടിനാണല്ലോ വളരെ ശക്തമായൊരു മത്സരം നടന്നത്. അവിടെ UDFന് പ്രിയപ്പെട്ട നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം തന്നെ കേരളത്തിൽ UDF ഇപ്പോഴും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. പാലക്കാട് പിന്നെ അവിടെ ആയിരുന്നല്ലോ കൂടുതലായിട്ടും വലിയ പ്രചാരണങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അതിനൊക്കെ അതിജീവിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചു. അവിടെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും എല്ലാം മുൻപോട്ട് വെച്ച നയങ്ങൾ അതാണ് ശരി എന്ന് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഈ കുപ്രചാരണങ്ങൾക്കെല്ലാം ഇടയിലും UDFന് വോട്ട് നൽകിയ ജനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുകയാണ്. അവരുടെ കുപ്രചാരണങ്ങളൊന്നും വീഴ്ചയില്ല. മതേതര ജനാധിപത്യ മൂല്യങ്ങൾ അതുതന്നെയാണ് കേരളത്തിന് ആവശ്യം എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുക.